അയ്യവ ഊറി വരുന്നുണ്ട്. ആ എന്താ രസല്ലേ. എൻ്റെ മോനെ, എൻ്റെ ക്യാമറ പോയി പോയി. മൂട്ടിഞ്ഞു മൂട്ടിഞ്ഞു മൂട്ടിഞ്ഞു. യോ വാട്ട്സ്ആപ്പ് ഗായ്സ്. ഗായ്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഐറ്റം ഒരു ആക്ഷൻ ക്യാമറ ആണ്. സോ എന്താ ഒരു സൗണ്ട്? ആഹാ, ഇവിടെ വന്ന് നിൽക്കുക. ഇനി വന്നേ രണ്ടുപേരും. ചോദിക്കട്ടെ, ഇവരെല്ലാം ഒന്ന് കാണട്ടെ. ഇനി വാന്നേ, വാ ഗായ്സ്. ഇന്നത്തെ വീഡിയോ ലൈവായിട്ട് കാണാനായിട്ട് എനിക്ക് 2 ഓഡിയൻസിനെ കിട്ടിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തുള്ളതാണ്. ഒരാൾ പിങ്കി, മറ്റേ ആൾ റോസ്. നേരെ പിങ്കി റോസ് എന്ന് വിളിക്കും. ട്വിൻസാ കേട്ടോ, ക്യൂട്ട് ബേബീസാ. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ഹായ്, ഹലോ. സോ ഗായ്സ്, ഇന്ന് നമ്മുടെ ഈ അൺബോക്സിങ്ങിൽ ലൈവായിട്ട് ഇവരുണ്ടാകും കൂട്ടത്തിൽ. സോ ഇന്ന് നമ്മൾ ഇവരുടെ ഒപ്പമാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. രണ്ടുപേരും അടങ്ങി ഒതുങ്ങി ഒരു മൂലക്കിരുന്നോണം കേട്ടോ. ആ സൈഡിൽ പോയിരുന്നു ആ ഒരു ഗൈസ്. അവരെ മിണ്ടാതിരിക്കുമെന്നാണ് പറയുന്നത്. അവരോട് മിണ്ടാതിരിക്കട്ടെ. നമുക്ക് നമ്മുടെ ഐറ്റം ഇങ്ങനെ എടുക്കാം. സോ ഗൈസ്, ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു ആക്ഷൻ ക്യാമറ ആണ്. EKEN H9R എന്ന് പറയുന്ന ഒരു സീരീസ് ആണ്. സോ എന്താ പറയുക, ഞാൻ കുറേ നോക്കിയിട്ടാണ് ഇങ്ങനൊരു സംഭവം എനിക്ക് കിട്ടിയത്. കാരണം ഇതിൻ്റെ ഫ്യൂച്ചർ അൺബിലീവബിൾ ആണ്. കാരണം ഇതിനെ ബീറ്റ് ചെയ്യാൻ, ആ പ്രൈസിൽ ഇതിൻ്റെ ഫ്യൂച്ചറിനെ ബീറ്റ് ചെയ്യാൻ ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ബോക്സിൽ തന്നെ ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഇൻക്ലൂഡ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഒട്ടുമിക്ക സ്പെസിഫിക്കേഷനും. അതുപോലെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള കോഡ് കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ലെറ്റ്സ് ബിഗിൻ ദ ജേർണി. യു വാച്ചിങ് APPEKAZZ. ഇറ്റ്സ് മീ, APPEKA ഹിയർ. I'm back, babies. നമുക്കിത് അൺബോക്സ് ചെയ്താലോ? സോ ഗൈസ്, നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഗൈസ്, എപ്പോഴും പറയുന്ന പോലെ അൺബോക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടിട്ട് സബ് ചെയ്തിരിപ്പുണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയേക്കുക. പുതിയ വീഡിയോസിന് വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അതിൻ്റെ ബോക്സ് ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. മോനെ, ഇതാണ് ക്യാമറ കേട്ടോ. ക്യാമറ വിത്ത് കേസ്. ഗൈസ്, അതിനകത്തുനിന്നത് വരുന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ക്യാമറ പിന്നെ എടുക്കാം. ഫസ്റ്റ് എനിക്കൊരു യൂസർ മാനുവൽ കിട്ടി. നെക്സ്റ്റ് ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി വലിയൊരു ബോക്സ് ആണ്. നമ്മൾ പാക്കറ്റിൽ കണ്ട ആക്സസറീസ് ഇതിനകത്തുള്ളതായിരിക്കണം. സോ ഇവനെ അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ, അല്ലെങ്കിൽ ഈ ബോക്സിലെ സാധനങ്ങളൊന്നും നമ്മുടെ ഫ്രെയിമിൽ ഉൾക്കൊള്ളത്തില്ല. അവർ അവിടെ ഇരുന്ന് കണ്ടോളും. ഫ്രണ്ടിൽ ഒരു ചെറിയ ബോക്സ് കൂടെ ഉണ്ട്. പിന്നെ അതിലൊന്നുമില്ല, ഈ 2 ചെറിയ ബോക്സേ ഉള്ളൂ. ഗൈസ്, നമുക്കിനി ക്യാമറ ഒന്ന് എടുക്കാം കേട്ടോ. അതിനകത്തുനിന്ന് ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി പറയുകയാണെങ്കിൽ നാട്ടിൽ ഗൈസ് ഇത് അവൈലബിൾ അല്ല. ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയിട്ട് ഇത് കാണുന്നില്ല. പക്ഷേ നമ്മുടെ UAയിൽ ആമസോണിലും നൂണിലും ഇത് അവൈലബിൾ ആണ്. ഞാൻ പർച്ചേസ് ചെയ്തത് നൂണിൽ നിന്നാണ്. സോ ഇത് നൂണിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് പറയുമ്പം പല ടൈമിൽ പല പ്രൈസാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സീരീസ് H9R ആണ്. വേറെ ഒരുപാട് സീരീസ് ഉണ്ട്. ഗായ്സ്, നമുക്ക് ഇത് നെക്സ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ വന്നേക്കുന്ന 2 വലിയ ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ പ്രൈസ് പറയുവാണെങ്കിൽ UAയിൽ 160 ദിറംസിനും 200 ദിറംസിനും ഇടയ്ക്കാണ്. പല സമയത്ത് പല റേഞ്ചിലാണ് ഈ പ്രൈസ് കാണുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കുക. ഞാനിത് പർച്ചേസ് ചെയ്തപ്പോൾ ഏകദേശം 170 ദിറംസോളം ഉണ്ടായിരുന്നു, കുറച്ച് നാൾക്ക് മുമ്പാണ്. അപ്പം നിങ്ങളത് ചെക്ക് ചെയ്യണം, പ്രൈസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വലിയ ബോക്സിൽ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. മെയിനായിട്ട് മൗണ്ട്സ്, ഹോൾഡർ, അതുപോലെ തന്നെ സ്ക്രൂ, ഹോൾഡ് ചെയ്യാനുള്ള സ്ക്രൂ, അതുപോലെ തന്നെ ക്ലിപ്പ്, ഇതൊക്കെയാണ് മെയിനായിട്ട് കിട്ടുന്നത്. ഫ്രെയിം, ഗ്ലാസിൻ്റെ ഫ്രെയിം, ഇതൊക്കെയാണ് മെയിൻ ബോക്സിനകത്ത് എനിക്ക് കിട്ടിയേക്കുന്ന ഐറ്റംസ്. സോ ചെറിയ ബോക്സിൽ എന്തായിരിക്കണം നോക്കാവേ. ഫസ്റ്റ് തന്നെ
ഒരു എന്താണ് ഒരു ബ്ലാക്ക് സ്ട്രാഫാണ് കേട്ടോ ഗൈസ്, ഒരു ബ്ലാക്ക് സ്ട്രാഫ്. പിന്നെ ഒരു റിമോട്ടാണത്. പിന്നെ നമുക്ക് USB കേബിളും കിട്ടുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അതാണ് ചെറിയ ബോക്സിലുള്ളത്. വലിയ ബോക്സിലുള്ളതും സാധനങ്ങളും ചെറിയ ബോക്സിലുള്ള സാധനം ഇത്രയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഹെൽമെറ്റ് മൗണ്ടായിട്ടും മൗണ്ട്സ് ചെറുതും വലുതും, അതുപോലെ തന്നെ സ്ട്രാഫ്, ഒരു സ്വിച്ച്, നമുക്ക് റെക്കോർഡ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള സ്വിച്ച്, എല്ലാ സാധനവും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. കുറേ ഐറ്റം ഉണ്ട്. നമുക്ക് എല്ലാം ഒരു മൂലയ്ക്കോട്ട് മാറ്റി വെക്കാം. നമുക്ക് നമ്മുടെ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യണ്ടേ ഗൈസ്. ഇതാണ് ക്യാമറ. ക്യാമറയ്ക്ക് മുമ്പ് അതിൻ്റെ കൂട്ടത്തിൽ ആകെ കിട്ടി, ഇത്രയും സാധനം കിട്ടിയിട്ട് ആകെ ഒരു ചെറിയ കഷ്ണം പേപ്പറാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അതിനകത്ത് അതിൻ്റെ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും കൊടുത്തിട്ടില്ല ഗൈസ്. ഇതാണ് നമ്മുടെ ക്യാമറ കേട്ടോ. ഒരു നല്ലൊരു പ്ലാസ്റ്റിക് ഹൗസിങ്, അതിൻ്റെ കേസിലാണ് വരുന്നത്. ഈ ക്യാമറ ഒരിക്കലും വാട്ടർ പ്രൂഫ് അല്ല. വാട്ടർ പ്രൂഫിങ് വേണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കേസ് യൂസ് ചെയ്തിരിക്കണം. ക്യാമറ കൊണ്ട് വെള്ളത്തിൽ ഇട്ടിട്ട് എന്നെ പഴി പറയരുത്. സോ ഗൈസ്, നമുക്ക് ഇതിൻ്റെ ഫ്യൂച്ചർ ക്യാരക്ടറിസ്റ്റിക് സ്പെസിഫിക്കേഷൻ എന്താണെന്നൊക്കെ നോക്കാം അല്ലേ. സോ അതിലേക്ക് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. സോ മച്ചന്മാരെ, ഇതാണ് നമ്മുടെ ആക്ഷൻ ക്യാമറ കേട്ടോ. EKEN H9R 4K ആക്ഷൻ ക്യാമറ. സോ ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് അൾട്രാ HD 4K 13 FPS ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റും ഫുള്ള് മാക്സിൽ. സോ അതുപോലെ തന്നെ നെക്സ്റ്റ് സൂപ്പർ വൈഡ് ആംഗിൾ ലെൻസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, 160 ഡിഗ്രി. അതുപോലെ വൈഫൈ 2.5 GHz വൈഫൈ സപ്പോർട്ടഡ് ആണ് ക്യാമറ. സോ നമുക്ക് വയർലെസ്ലി യൂസ് ചെയ്യാം. മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ടഡ്. ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും സെപ്പറേറ്റ് പോർട്ട് ഉണ്ടായിരിക്കും കേട്ടോ. സോ HDMI പോർട്ട്, USB പോർട്ടും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ 2 ഇഞ്ച് LCD ഡിസ്പ്ലേ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ക്യാമറ മെഗാപിക്സൽ ചെക്ക് ചെയ്യുവാണെങ്കിൽ 20 മെഗാപിക്സൽ ക്യാമറ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, നെക്സ്റ്റ് ഇത് 30 മീറ്റർ ഫുൾ വാട്ടർ പ്രൂഫ് ആണ്. അതുപോലെ തന്നെ 1080 mAh ഹൈ കപ്പാസിറ്റി ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ പാർട്സ് നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ ക്യാമറ 20 മെഗാപിക്സൽ ക്യാമറ, മൈക്രോ USB പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ HDMI പോർട്ട് ഔട്ട്പുട്ട് തരുന്നുണ്ട്. മൈക്രോ HDL മെമ്മറി കാർഡ് പോർട്ട് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് ബട്ടൺസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ ഓൺ ഓഫിന് ബട്ടൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫങ്ഷൻസ് കീസ് അവൈലബിൾ ഉണ്ട്. പിന്നെ അതുപോലെ LED ഇൻഡിക്കേറ്റർ, സ്റ്റാർട്ട്, പ്ലേ, സെലക്ട്, അതിനൊരു സെപ്പറേറ്റ് ബട്ടൺ ഉണ്ട്. ഗൈസ്, ഇതിൻ്റെ ബാറ്ററിയുടെ ഒരു കാര്യം നോക്കുവാണെങ്കിൽ 4K റെസൊല്യൂഷനുള്ള ഫുൾ ബാറ്ററി ഫുൾ ആണെങ്കിൽ 4K റെസൊല്യൂഷനിൽ നമുക്ക് 50 മിനിറ്റ് കണ്ടിന്യൂസ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. സോ ഇതാണ് നമ്മുടെ ക്യാമറ. ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ചാർജ് ഉണ്ടായിരുന്നു. നമുക്കിത് ഓൺ ആയിട്ടുണ്ട്. നല്ലൊരു നൈസ് ഡിസ്പ്ലേ, ചെറിയൊരു ഡിസ്പ്ലേ ആണെങ്കിലും ന്യായമായിട്ട് ഡീറ്റെയിൽ ഒക്കെ തരുന്ന ഡിസ്പ്ലേ. അതുപോലെ LED ഇൻഡിക്കേറ്റർ, റെഡ് LED കത്തിട്ടുണ്ട് ഓൺ ആണെന്നുള്ളത് ഗൈസ്. പിന്നെ നമ്മുടെ ബട്ടൺസ് ഒക്കെ കണ്ടോ, ബട്ടൺസ് ഒക്കെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ബട്ടൺസ് ആണ്. നമുക്ക് പെട്ടെന്ന് ഇത് മാനേജ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ഇതിനകത്ത് മെമ്മറി കാർഡ് ഇല്ല, അതാണ് ഫ്രണ്ടിൽ ഒരു സിമ്പിൾ കണ്ടേക്കുന്നത് കണ്ടോ. അത് ഇതിനകത്ത് മെമ്മറി കാർഡ് ഇല്ല. നമുക്കൊരു മെമ്മറി കാർഡ് ഇതിനകത്ത് ഇട്ട് നോക്കാം, എന്നാലേ ഇതിൻ്റെ ബാക്കി ഫങ്ഷൻസ് ഒക്കെ വർക്ക് ആകുള്ളൂ. മെമ്മറി കാർഡൊക്കെ ഇട്ട് നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സും എൻ്റെ റെക്കോർഡിംഗ് മോഡ്സ് ഒക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഗൈസ്. ഈ ഒരു വിലക്ക് ഇത്രയും ഫ്യൂച്ചറുള്ളൊരു ക്യാമറ വേറെ എവിടെ കിട്ടുമെന്ന് ഞാൻ നോക്കിയിട്ടൊന്നും എനിക്കൊന്ന് കാണാൻ പറ്റിയില്ല. കാരണം ഇത്രയും ഫ്യൂച്ചറുള്ളൊരു ക്യാമറ. അപ്പം നിങ്ങളൊരു വലിയൊരു ബഡ്ജറ്റ് കൊടുത്ത് ഈ GoPro അതുപോലൊക്കെ ഉള്ള ക്യാമറകൾ മേടിക്കുന്നതിന് മുമ്പ് ഈ ചെറിയതായിട്ടുള്ള ഈ ബ്രാൻഡ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മേടിക്കുക കേട്ടോ. അപ്പോൾ ചിലപ്പം നിങ്ങളുടെ ഇതിന് പറ്റിയ രീതിയിലുള്ള ഒരു ക്യാമറ നിങ്ങൾക്ക് വളരെ തുച്ഛമായ പൈസ കിട്ടും. എനിക്കിതൊരു എന്താ പറയുന്നത്, ഇതൊരു ചൈനീസ് ബ്രാൻഡാണ്, അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ കാണും. സോ എങ്കിലും ഒരു ഒരു നോർമൽ പേഴ്സണ് ന്യായമായിട്ട് യൂസ് ചെയ്യാനുള്ള എല്ലാ ഫീച്ചറും ഇതിനകത്തുണ്ട് ഗൈസ്. ഇതിൻ്റെ സെറ്റിങ്സിനകത്ത് നമുക്ക് ഒരുപാട് മോഡ്സ് അവൈലബിൾ ആണ്. ക്യാമറയ്ക്കും വീഡിയോസിനും റെക്കോർഡിങ് നമുക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി ചേഞ്ച് ചെയ്യാം. 4K ഉണ്ട്, 2.7K ഉണ്ട്. അതുപോലെ തന്നെ 1080p 60ലും അതുപോലെ 13 FPS അവൈലബിൾ ആണ്. അതുപോലെ 720p 120 FPS ഇതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് സെറ്റിങ്സിനകത്ത് മാറ്റി ഇടാനുള്ളേ ഉള്ളൂ. അതുപോലെ തന്നെ വേറെ കുറേ ലൂപ്പിംഗ് ആയിട്ടാണെങ്കിലും വേറെ കുറേ സെറ്റിങ്സ് ഇതിൻ്റെ ചെറിയ സോഫ്റ്റ്വെയർ പോലെ ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് നമ്മുടെ നോർമൽ ആയിട്ടുള്ള യൂസിനെല്ലാം ഇത് വളരെ ക്ലീൻ ആയിട്ട് പറ്റുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ചെറിയ ബ്രാൻഡ്സ് ചെക്ക് ചെയ്തതിന് ശേഷം വലിയ ബ്രാൻഡ്സ് മേടിക്കാൻ പോവുക. പോരായ്മകൾ ഉണ്ടാകും, പക്ഷേ നമ്മുടെ യൂസ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. നോർമൽ ആയിട്ടുള്ള എല്ലാ യൂസിനും എനിക്ക് തോന്നുന്നു ഇതൊരു ബെസ്റ്റ് ക്യാമറ ആണെന്നാണ് തോന്നുന്നത്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹാർഡ് ഷെൽ കേസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ പുറത്തുള്ള സ്വിച്ച് എല്ലാം നല്ല റെസ്പോൺസീവ് ആണ്. അതുപോലെ ഒരു ക്യാമറ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ക്വാളിറ്റി ആണ് ഗൈസ് നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് അല്ലേ. സോ ഞാൻ ഇന്ന് കുറച്ച് സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ സാമ്പിൾസ് ഒന്ന് കണ്ടു നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ,
ഗൈസ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തേക്കുന്നത് 1080p 16 fps-ലാണ്. എൻ്റെ ഓഡിയോ ക്യാച്ച് ചെയ്തേക്കുന്നത് ഇൻബിൽഡ് മൈക്കാണ് നമ്മുടെ ക്യാമറയുടെ. ഓക്കെ, ഓക്കെ ഗൈസ്. അവർ ഭയങ്കര വഴക്കാണ് കേട്ടോ അവിടെ ഇരുന്നിട്ട്. നമുക്ക് അവരെ കൊണ്ട് സൈഡിൽ ഫ്രെയിം ചെയ്തിരുത്താം. നമ്മളിപ്പോൾ ഇട്ട സാമ്പിൾ വീഡിയോ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് നിങ്ങളതൊന്ന് കമൻറ്റ് ഇട്ടേക്കണേ എങ്ങനെയുണ്ടെന്നുള്ളത്. സോ അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതിൻ്റെ സ്പെസിഫിക്കേഷനോ മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഇവരുടെ കൂട്ടത്തിൽ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.